കണ്ണൂരുള്ള സെക്യൂർ സെന്റർ മോളിൽ പുതിയതായിട്ട് തുടങ്ങിയ സിനിപോളിസിന്റെ ലേസർ മൾട്ടിപ്ലക്സിൽ ഞാനും എന്റെ വൈഫും ഫ്രണ്ട്സും കൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് കൃഷ്ണകുമാറും കൃഷ്ണപ്രിയയും മകൻ വിയാനുമാണ്. പൈങ്കിളി എന്ന മലയാള സിനിമ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഈ സിനിമ വനിതയിൽ എറണാകുളത്ത് കണ്ടെങ്കിലും ഇവരാരും ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 170 രൂപ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ടിക്കറ്റ് പ്രൈസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മൊത്തത്തിൽ 5 ഓഡിറ്റോറിയം ഉള്ളത്. 5ലും 2K ലേസർ പ്രൊജക്ഷൻ വിത്ത് ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം ആണ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ക്രീൻ 4ഉം 5ഉം കാണാം. അവിടെ ഒരു വാഷ്റൂമും ഡ്രിങ്കിങ് ഏരിയ ഉണ്ട്. ഇതിന്റെ നേരെ എതിർവശത്തായിട്ടാണ് സ്ക്രീൻ 1. അതല്ലാതെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ മുന്നോട്ടാണ് നടക്കണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് സ്ക്രീൻ 2ഉം 3ഉം കാണാം. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷ്റൂം ഉണ്ട്. സെന്ററിൽ കഫറ്റീരിയ ആണ്. സിനിപോളിസിന്റെ എല്ലാ മൾട്ടിപ്ലക്സിലെയും പോലെ തന്നെ ഇവിടെ എനിക്ക് ഫുഡ് വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇവരിവിടെ ഒപ്റ്റിക്കൽ മോഡുലേറ്റർ യൂസ് ചെയ്യുന്ന റിയൽ ഡി 3Dയുടെ ബ്രാൻഡിങ്ങിന്റെ ആണ്. ഒറിജിനൽ റിയൽ ഡി 3D ഗ്ലാസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ 1ലായിരുന്ന സിനിമ ഞങ്ങൾ അകത്തേക്ക് കയറി. ഫസ്റ്റ് തന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിലുള്ള സെയിം സീറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഡിഫറൻറ്റ് കളറാണെന്നേ ഉള്ളൂ. നല്ല ലെഗ് സ്പേസ് ഉണ്ടെങ്കിലും കൊച്ചിയിലെ ഐമാക്സിലുള്ള ഇതേ സീറ്റ് മിക്കവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എന്നോട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ബ്രൗൺ തീമിലുള്ള മിനിമൽ ആൻഡ് ക്ലാസി ആംബിയൻസ് ആണ് ഈ തിയേറ്ററിനുള്ളത്. ഡോൾബി ബ്രാൻഡിന് തന്നെ OG സ്പീക്കേഴ്സും ആണ്. വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ ധൂം 3യുടെയും ട്രെയിലേഴ്സാണ് ഇവരോട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സിനിപോളിസുകാർക്ക് ഇത്ര ട്രെയിലർ ക്ഷാമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കൊച്ചി ഐമാക്സിൽ ഇത് തന്നെ അവസ്ഥ. അങ്ങനെ സിനിമ തുടങ്ങി. ഈ സിനിമ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഡേ വനിതയിൽ 4K DCPയിൽ 4K ലേസർ പ്രൊജക്ഷൻ ആൻഡ് അറ്റ്മോസിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വനിതാ സിനിപ്ലെക്സ് വെച്ച് ഈ തിയേറ്ററെ കമ്പയർ ചെയ്ത് ശരിയാവില്ല. കാരണം അത് 4K ലേസർ പ്രൊജക്ഷൻ ആണ്, ഇത് 2K ലേസർ ആണ്. അപ്പോൾ ഫോറമോളിലുള്ള സ്ക്രീൻ 3ഉം 4ഉം അല്ലാത്ത മറ്റുള്ള സ്ക്രീൻസിലുള്ള 2K ലേസർ പ്രൊജക്ഷൻ വിത്ത് ഡോൾബി 7.1 സ്ക്രീൻസ് വെച്ചാണ് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെയും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ റൂൾ പ്രകാരം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തിയേറ്ററിൽ സിനിമ കളിക്കുമ്പോൾ ഈ ലൈറ്റൊക്കെ ഓൺ ആയിരിക്കണം എന്നാണ്. ഇവിടെയുള്ള ലെഗ് സ്പേസും ഈ ഫ്രണ്ടിലത്തെ ഏരിയയും സീറ്റ് ഇംഗ്ലേഷനുമാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. കൊച്ചി സിനിപോളിസിലുള്ള ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ ഒഴികെയുള്ള ബാക്കി എല്ലാ തിയേറ്റേഴ്സും വെച്ചുമ്പോൾ ഇത് സ്വർഗ്ഗം തന്നെ. കുട്ടികളായിട്ട് വരുന്ന ആൾക്കാരാണ് പെട്ടുപോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ടിക്കറ്റിനേക്കാൾ വിലയാണ് ഇവിടുത്തെ ഫുഡിന്. ടിക്കറ്റിന് ഏകദേശം 700 രൂപ ആയുള്ളൂ, പക്ഷേ ഫുഡിന് 900 രൂപ അടുത്തായി. ബില്ല് പേ ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ണീരെങ്കിലും വന്നാൽ ഒന്നും നോക്കണ്ടേ, നല്ല വാഷ്റൂം വന്ന് കഴുകിക്കളയാം. അപ്പോൾ ഇതായിരുന്നു 2K 7.1ന്റെ ഔട്ട് വരുന്നത്. വിഷ്വൽ ക്ലാരിറ്റി കണ്ടിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ സിനിമ മൊത്തം കണ്ടു തീർത്തു. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. സിനിമ അവസാനിച്ചപ്പോഴേക്കും അവർ കുറച്ചും കൂടി ലൈറ്റ്സ് ഓൺ ആക്കിയപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ ഓഡിറ്റോറിയം. ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് ജോലി തുടങ്ങി. അതൊക്കെ നല്ല പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തലശ്ശേരിയിലും കണ്ണൂരിലുള്ളവരും പറ ഈ തിയേറ്റർ ഈ പ്രൈസിന് വേർത്താണോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ തന്നെ നെസ്റ്റോ മാർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല. എന്തായാലും ഈ മോളിൽ 3rd and 4th ഫ്ലോറിലാണ് സിനിപോളിസിൻ്റെ മൾട്ടിപ്ലക്സ്. സിനിപോളിസ് കണ്ണൂർ വിസിറ്റ് ചെയ്തു. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സിനിപോളിസ് ഒരു ഇന്ത്യൻ ബ്രാൻഡല്ല. കുറേ പേര് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സിനിപോളിസ് മെക്സിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവർക്ക് PVR പോലെയൊക്കെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു ബ്രാൻഡിങ്ങും സ്റ്റാൻഡേർഡൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലായിടത്തും ഒരേപോലെയുള്ള സീറ്റുകളും സ്ട്രക്ചറൽ ഡിസൈനും കളർ ടോണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂർ പുതിയതായിട്ട് ലുലു മോളിൽ തുടങ്ങിയിട്ടുള്ള സിനിപോളിസ് വിത്ത് മാക്രോ XE ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുത്തേക്കാം, കണ്ടു നോക്ക്. വേറെ ഒരുപാടിടങ്ങളിൽ സിനിപോളിസ് ഇപ്പോൾ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ പഴയ മറ്റേ മഞ്ഞ നക്ഷത്രത്തിൻ്റെ സൈഡിലുള്ള സിനിപോളിസ് അല്ല, ഈ മോഡലിലുള്ള ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡൈസേഷനിലും മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ സിനിപോളിസിൻ്റെ നമ്മുടെ കൊച്ചിയിലുള്ള ഓഡിറ്റോറിയത്തിലൊക്കെ ഒന്ന് പോയി നോക്കിക്കേ. അതായത് ഐമാക്സ് അല്ലാത്ത ഓഡിറ്റോറിയത്തിലൊരു സീറ്റില്ലേ, അതായിരുന്നു അവരുടെ സ്റ്റാൻഡേർഡ് സീറ്റ്സ്. ഈവൻ പ്രസാദ് PCXൽ പോലും ഉണ്ടായിരുന്ന സീറ്റുകൾ അതായിരുന്നു. ഈ അടുത്താണ് അത് മാറ്റം വരുത്തിയത്. പണ്ട് ഐമാക്സ് 70mm ആയിരുന്നപ്പോൾ പോലും അങ്ങനത്തെ സീറ്റായിരുന്നു, അതായത് ഈ പുഷ് ബാക്ക് സീറ്റ് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാൻ പാടാത്തൊരു കാര്യം ആദ്യമേ എനിക്ക് പറയണമെന്നുണ്ട്. നിങ്ങൾ UK നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ആരോടൊക്കെ ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ US ചോദിച്ചു നോക്ക്. അവിടെയൊക്കെ ഈ പുഷ് ബാക്ക് ടൈപ്പ് സീറ്റാണ്. നമ്മൾ ഇന്ത്യയിലുള്ളവരും ഏഷ്യയിൽ പൊതുവേ മലേഷ്യ ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, തായ്ലാൻഡ് ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇവിടെയൊക്കെയാണ് കിടിലൻ സീറ്റുകൾ നൽകുന്നത് തിയേറ്ററിൽ. നമ്മളിപ്പോൾ ഈ PVRലൊക്കെ പോകുമ്പോൾ ഇരിക്കുന്ന നല്ല അടിപൊളി സീറ്റില്ലേ, ഫെർക്കോയുടെ ബ്രാൻഡിങ്ങിലൊക്കെ വരുന്നത്. ഫെർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അവരിങ്ങനെ പ്ലഷ് സീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. അവരുടെ സീറ്റിങ് PVR എടുത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ PXL കൊച്ചിയിലൊക്കെ ആയിട്ട്, ഈവൻ ഐമാക്സ് ട്രിവാൻഡ്രത്തെല്ലാം ഇരിക്കുന്ന സീറ്റ് അതാണ്. അതുകൊണ്ട് നമ്മൾ ഈ നല്ല കിടിലൻ സീറ്റിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള US-ലും UK-ലൊക്കെ ഉള്ള ടൈപ്പ് പുഷ് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ത്യക്കാർക്കും പൊതുവേ മൊത്തത്തിൽ ഏഷ്യയിലാണ്, പാൻ ഏഷ്യൻ കൺട്രീസ് എന്ന് ചുരുക്കി പറയാം,
ഈ പാൻ ഏഷ്യൻ കൺട്രീസിലാണ് കിഡിലെ സീറ്റുകളുള്ളത്. തായ്ലൻഡ് വയ്ക്കുമോ, കിഡിലെ സീറ്റാണ്. മലേഷ്യ ഞാൻ പോയിട്ടുണ്ട്, കിഡിലെ സീറ്റാണ്. അവിടെയൊക്കെ ഫെർക്കോടെ ബ്രാൻഡിങ്ങിൻ്റെ അടിപൊളി സീറ്റുകളാണ്. നമ്മുടെ രാജ്യത്ത് പോലും ഇല്ലാത്ത ലെവൽ, വേറെ ലെവൽ കുറേ സീറ്റിംഗ് ഒക്കെ അവിടെ ഉണ്ട്. ബെഡ് വരെ ഉണ്ട് അവിടെ, ബെഡ് ഉണ്ട്. നമ്മുടെ രാജ്യത്തുണ്ട്, 2-3 സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും കിടിലൻ സാധനത്തിലൊക്കെ ഇരുന്നും കിടന്നും ഒക്കെ നമ്മൾ സിനിമ കണ്ട് ഭയങ്കര സ്പോയിൽഡാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് സിനിമ സീറ്റ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ നോക്കിക്കേ, നമ്മുടെ തിയേറ്ററിലൊക്കെ പലക വെച്ചിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള സീറ്റായിരുന്നു. പിന്നീടാണ് ഈ ഒരു സോഫ്റ്റ്നെസ് സീറ്റിലേക്ക് വന്നത്. ഈവൺ ഐമാക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PVRൻ്റെ ഐമാക്സുകളിലും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ആ പ്ലസ് സീറ്റ്സ് ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇനോക്സ് എടുത്ത് നോക്കിക്കോ, സിനിപോളിസ് എടുത്ത് നോക്കിയാൽ അവിടെ എല്ലായിടത്തും ഈ പുഷ് ബാക്ക് ടൈപ്പ് സീറ്റ് ആയിരിക്കും. ഇനോക്സ് എടുക്കണമെന്ന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കുഷ്യനോടെയുള്ള സീറ്റാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ള സീറ്റാണ്. ഈവൻ ഈ കണ്ണൂർ സിനിപോളിസിലുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കൊച്ചി ഐമാക്സിലുള്ള സീറ്റ് തന്നെയാണ്. ഒറ്റൊരു വ്യത്യാസം, കൊച്ചി ഐമാക്സിൽ ആ ഐമാക്സിൻ്റെ ബ്രാൻഡിങ് ത്രെഡിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു എംബ്രോയ്ഡറി ചെയ്തേക്കണ ഒഴികെ സെയിം സീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പം മെക്സിക്കൻ ഗ്രൂപ്പായിട്ടുള്ള ഈ സിനിപോളിസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനീനെ ആയിരിക്കും അവരുടെ എല്ലാ സീറ്റും ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതവർക്ക് വലിയൊരു ഓർഡർ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ വേൾഡിൽ എവിടെ സീറ്റ്സ് വേണമെങ്കിലോ അവിടേക്ക് ഇവർ ഈ കമ്പനിയായിരിക്കും എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ PVR സംബന്ധിച്ച് അങ്ങനെയല്ല. PVR പലതരം കമ്പനികൾക്ക് പലതരം സീറ്റുകൾ അടിപ്പിക്കും. കാരണം ഒരു തിയേറ്ററിൽ തന്നെ പല ടൈപ്പ് സീറ്റ്സുകൾ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ട്രിവാൻഡ്രം ഐമാക്സ് എടുത്ത് നോക്കിയോ, ഒരു പർട്ടിക്കുലർ ഒരു റോ വരെ ഒരു തരം സീറ്റാണ്, അത് കഴിഞ്ഞ് വേറൊരു തരം സീറ്റാണ്, ഏറ്റവും മുകളിൽ റിക്ലൈനറാണ്. അപ്പോൾ മൂന്ന് കമ്പനികളായിരിക്കും ചിലപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓരോ സീറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഓരോ കമ്പനികൾ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ബ്രാൻഡുകളായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ PVRനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അവർ വേറെ ഒന്നും തന്നില്ലെങ്കിലും നല്ല കിടിലൻ സീറ്റ് തരും. അതാണ് PVRൻ്റെ ഒരു ഗുണം. ഞാൻ കേരളത്തിലെ കേസാണ് പറഞ്ഞത്. നിങ്ങൾ മുംബൈയിലേക്കൊന്ന് പോയി നോക്ക്. അവിടത്തെയൊക്കെ PVR പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യം പറയാല, നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള PVR ഒക്കെ എടുത്ത് ഒട്ടിക്കളയാൻ തോന്നും. കാരണം അത്ര കിട്ടില്ലൻ തിയേറ്റേഴ്സാണ് മുംബൈ ആയിക്കോട്ടെ ഡൽഹി ആയിക്കോ അവിടെയൊക്കെ ഉള്ളത്. നമ്മുടെ ഇവിടെ നല്ലൊരു തിയേറ്റർ ഉണ്ട് ഫോർമോളിൽ, പക്ഷേ കണ്ടൻറ് മിസ്മാനേജ്മെൻറ്റും റോങ് ആയിട്ടുള്ള 3D ഗ്ലാസും കൊടുത്ത് ആ തിയേറ്ററിൻ്റെ പേര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അഭിപ്രായം കൂടി ഞാനിവിടെ പറയുന്നു. എന്തായാലും കമ്മിങ് ബാക്ക് ടു ഞാൻ ഈ പോയ സിനിപോളിസ്, 5 സ്ക്രീനേ ഉള്ളൂ. ചെറിയ ഒരു മൾട്ടിപ്ലക്സാണ്, എന്നാലും അവർ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ക്രീനും ലേസർ ആക്കിയെങ്കിലും എല്ലാം 2K ലേസർ വിത്ത് 7.1 ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തിയേറ്ററെങ്കിലും നിങ്ങൾക്ക് 4K ഡോൾബി അറ്റ്മോസ് ആക്കാമായിരുന്നു. കാരണം ഒരു തിയേറ്ററെങ്കിലും, ഇത്രയും തിയേറ്ററിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് 4K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ് ആക്കാമായിരുന്നു. എന്നാലല്ലേ നമുക്ക് കുറച്ച് നല്ല പ്രീമിയം സിനിമകളൊക്കെ വരുമ്പോഴേക്കും ഒരു വെന്യൂ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു തിയേറ്ററെങ്കിലും നിങ്ങൾക്ക് 4K ഡോൾബി അറ്റ്മോസ് ആക്കാമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. കാരണം എപ്പോഴും ഒരു മൾട്ടിപ്ലക്സ് എടുക്കുമ്പോൾ ഒരു PLF അല്ലെങ്കിൽ ഒരു പ്രീമിയം തിയേറ്റർ എങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നു. അതായത് ഒരു ലക്ഷറി ഫോർമാറ്റ് ടൈപ്പ് ഒരു VIP സ്ക്രീനും ഒരു 4K ഡോൾബി അറ്റ്മോസ് സ്ക്രീനും ബാക്കി നോർമൽ സ്ക്രീൻസും അങ്ങനെ ചെയ്യായിരുന്നില്ലേ? അങ്ങനെ ചെയ്തെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ നിങ്ങളുടെ ഫുഡ് ആൻഡ് ബെവറേജസിൻ്റെ പ്രൈസസ്, പിള്ളേരെയും ഫാമിലി ആയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ പോകും നമ്മുടെ കയ്യിൽ നിന്ന്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിനേക്കാളും പൈസയായി ഇത്രയും പേർക്ക് ഫുഡ് വാങ്ങിയെന്നുള്ള ഒരവസ്ഥയാണ്. അതൊക്കെ ഭയങ്കര പരിതാപകരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വല്ല കോംബോ ഓഫർ ഇടുകയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ PVRലാണെങ്കിൽ എനിക്ക് കോംബോ ഓഫേഴ്സ് കിട്ടും 99. അത് കൂടാണ്ട് എനിക്ക് ഓൾറെഡി PVRൻ്റെ കാർഡുള്ളതുകൊണ്ട്, കോട്ടക്ക് PVRൻ്റെ കാർഡുള്ളതുകൊണ്ട് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഒരു സാധനമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. കാരണം എസ്പെഷ്യലി ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തിയേറ്ററിൽ, അതായത് കൊച്ചി സിനിപോളിസിൽ എല്ലാ ആഴ്ചയും വിസിറ്റ് ചെയ്യുന്ന ആളാണ്. ഐമാക്സിൽ എന്ത് പടം വന്നാലും ഉടനെ പോയി കാണുന്ന ആളാണ്. അപ്പോൾ എനിക്കിതൊരു റെഗുലർ അഫെയറാണ്. അപ്പോൾ ഈ റെഗുലറായിട്ട് പോകുന്ന ഞങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കാർഡോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നൽകുക. എന്നാലേ നമുക്കിത്
ഫീസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈവൻ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് അയച്ചു ഐമാക്സിൽ തന്നെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1500 രൂപ എനിക്ക് ടിക്കറ്റും ഇതൊക്കെ ആയിട്ട് തന്നെ ആകും. കാരണം 450 രൂപ വീതം 3 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര രൂപയായി? അത് കഴിഞ്ഞ് പിന്നെ പെട്രോൾ ഡീസൽ വേറെ, ഫുഡിൻ്റെ കേസ് വേറെ. ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 12,000 രൂപ പോണ അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെന്തായാലും ഇത് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് ഒരു മയം കാണിക്കണം. ഈ ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ കേസിൽ എസ്പെഷ്യലി പിള്ളേരൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർ വാശി പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെങ്ങനെയാണ് ഒരു തിയേറ്ററിനകത്ത് വിശന്ന് പിടിച്ചിരിക്കണത്? ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല, മേടിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ എത്ര പിടിച്ച് നിൽക്കാൻ നോക്കിയാലും ഗ്യാസ് കയറി ഒരു വിധവുമില്ലേ. സിനിമ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. എന്നാൽ പോലും അവസാനമായപ്പോഴേക്കും വിശന്നിട്ടാണ് നമ്മൾ ഫുഡ് മേടിക്കുന്നത്. പക്ഷേ പൈസ ആയത് 800 രൂപ എടുത്ത്, 900 രൂപ എടുത്ത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ശോകാവസ്ഥയാണ്. അതൊക്കെ ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരും. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ബിസിനസ് മോഡൽ ആലോചിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങളെ ഫുഡ് ആൻഡ് ബിവറേജ് നല്ല അഫോർഡബിളായിട്ട് കൊടുത്താൽ എന്തോരം പേര് നിങ്ങളുടെ തിയേറ്ററിൽ വരും. നിങ്ങളെന്താ അങ്ങനെ ആലോചിക്കാത്തതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഇവിടെ എന്തോരം ഇൻഡിപെൻഡൻറ്റ് തിയേറ്റേഴ്സ് ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഞാൻ ഭയങ്കര ചീപ്പായിട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ പറയുന്നില്ല, അഫോർഡബിൾ ആയിട്ടുള്ള കൊടുത്തുകൂടെ? ഈവൻ അവിടെയാണ് എനിക്ക് കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിനോട് ഒടുക്കത്തെ റെസ്പെക്റ്റ്. അവിടുത്തെ ഫുഡ് പ്രൈസിങ് അവരുടെ ആ ഒരു പ്രീമിയം ലെവൽ വെച്ചിട്ടുണ്ടല്ല, കിട്ടിലനാണ്, അടിപൊളിയാണ്. ഇത് കേട്ടിട്ട് ഇനി കൊണ്ട് കൂട്ടായിരുന്നാൽ മതി. എന്തായാലും ഭയങ്കര നല്ല പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഫുഡുമാണ് അവിടുത്തെ, ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വലിയ വലിയ ബ്രാൻഡ്സിലേക്ക് വരുമ്പോൾ അവർ എന്തുകൊണ്ട് സാധാരണക്കാരുടെ ലെവലിലേക്കും കൂടി ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വേറെ കുറേ തിയേറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ, എടുത്തു പോയി കഴിഞ്ഞാൽ വേറെയും ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് ഭയങ്കര അഫോർഡബിൾ രീതിയിൽ ഫുഡ് കൊടുക്കുന്നത്. ചിലത് സിനിമാ നടന്മാരുടെ തിയേറ്ററാണ്. അല്ലു അർജുൻ്റെ തിയേറ്ററിൽ ഞാൻ കേട്ടിരിക്കുന്നത് അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിങ് ആണെന്നാണ് ഫുഡ് ആൻഡ് ബിവറേജിന്. അതുപോലെ തന്നെ AMB സിനിമാസ് മഹേഷ് ബാബുയുടെ തിയേറ്ററിലും അത്യാവശ്യം ഡീസൻറ്റ് ഫുഡ് പ്രൈസിങ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഞാൻ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് പോകണം, കുറേ സ്ഥലത്ത് പോകാനുണ്ട്, വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. പണ്ട് പ്രസാദിൽ പോയപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. PCS ആക്കിയ സമയത്ത് അവർ ആ ടൈമിൽ വീഡിയോ എലോ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുറമേ നിന്ന് മാത്രം കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് PCXൻ്റെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയായിരുന്നു. ഈ ആൾക്കാർ ക്യാമറ കൊണ്ട് വരുന്നതൊക്കെ വല്ല സിനിമ ഷൂട്ട് ചെയ്യോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ആ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു വീഡിയോ നഷ്ടപ്പെട്ടു പോയി. എനിവേസ് എന്തായാലും ഹൈദരാബാദ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ റമദാൻ വരികയാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തിന്നും മരിക്കുക ഹലീമൊക്കെ കഴിച്ച്. എൻ്റെ മോനെ എനിക്ക് കൊതിയാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാണ്. വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ബിസിയാണ്. അനൂപയാണെങ്കിൽ കടയൊക്കെ ആയിട്ട് ബിസിയാണ്. ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് പണ്ടത്തെ പോലെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണൊരു കുഴപ്പം. മുംബൈ ട്രിപ്പാണെങ്കിൽ എൻ്റെ മറ്റേ പനിയടിച്ച് കൊളാക്കിയും കളഞ്ഞല്ല. എന്തായാലും ഹൈദരാബാദ് ഒന്ന് പോകണം, ഈ പറഞ്ഞ തിയേറ്റേഴ്സിലൊക്കെ പോകണം. അവിടെ എപ്പിക്കിൻ്റെ ലക്സോൺ സ്ക്രീൻ ഉണ്ട് അല്ലു അർജുൻ്റെ തിയേറ്ററിൽ, AAA സിനിമാസിൽ. അതായത് LED വാളാണത്, നമ്മുടെ പ്രൊജക്ടറൊന്നുമില്ല, ഫുൾ LED വാളാണ്. അതും 70 ഫീറ്റ് എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അളവറിയില്ല. അതുപോലെ AMB സിനിമാസിലും ഒരു സാംസങ്ങിൻ്റെ ഓണിക്സ് LED സ്ക്രീൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കണം. പിന്നെ എപ്പിക്കിൻ്റെ കോണ്ടൻറ്റ് വന്നാലേ നമുക്ക് കണ്ടിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ എപ്പിക്കിൻ്റെ കോണ്ടൻറ്റ് ഇനി വരാൻ പോകുന്നത് ഇഫ് ഐ എം നോട്ട് റോങ് എമ്പുരാനായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഡ്രാഗണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പിക് കോണ്ടൻറ്റിൽ. അപ്പോൾ എമ്പുരാൻ പിന്നെ ഫുൾ സ്ക്രീൻ ആവില്ല, ഡ്രാഗൺ പിന്നെ ഫുൾ സ്ക്രീനാണ്, ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ ഫുൾ സ്ക്രീനാണ്. അപ്പോൾ എന്തായാലും ഈ തിയേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ക്വാളിറ്റി ഏറിയ ഒരു നല്ലൊരു മൾട്ടിപ്ലക്സാണ്. പക്ഷേ നിങ്ങളുടെ ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ പ്രൈസസ് കുറച്ചുകൂടി കുറച്ചധികം കുറയ്ക്കണം. എന്നാലേ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ഈ തിയേറ്റർ ഹിറ്റാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അഫോർഡബിളായ രീതിയിലെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. മറ്റുള്ള തിയേറ്റേഴ്സിനൊക്കെ ടിക്കറ്റ് പ്രൈസ് കൊടുത്താൽ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഒരു ഏരിയയിലുള്ള ഒരു യൂഷ്വൽ പ്രൈസിംഗ് ഒക്കെ വെച്ച് വേണം ഇത് കോട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ആൾക്കാർ പിന്നെ വരില്ല. ഒരു തവണ വന്നു കഴിഞ്ഞിട്ട് പെട്ടുപോയ അവസ്ഥയിൽ പിന്നെ അവർ ആരും തിരിച്ചു വരില്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാക്സിമം പൈസ ഊറ്റിയെടുത്തിട്ട് മറ്റേ അവരെ ഇനി മേലെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള സെറ്റപ്പ് അല്ലല്ലോ. വീണ്ടും റിട്ടേണിങ് കസ്റ്റമേഴ്സ് വന്നാലേ നിങ്ങൾക്ക് നല്ല ഫുട്ഫോൾസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമുണ്ട്.
എന്തായാലും തിയേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇറ്റ് വാസ് ഗുഡ്, ഡെഫിനറ്റ്ലി ഗുഡ്, ബട്ട് നോട്ട് എക്സലൻറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, 2K ലേസർ വിത്ത് 7.1 തിയേറ്റേഴ്സ് ഇവിടെ കൊച്ചിയിൽ ഒരുപാടുണ്ട്. അതിനകത്ത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ഫോറമോളിലുള്ള PVR ആണ്. എത്രയൊക്കെ കണ്ടൻറ് മിസ്മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിലും കിടിലൻ തിയേറ്ററാണത്. അവിടുത്തെ സ്റ്റാഫിൻ്റെ അനാവസ്ഥ മൂലം കുറച്ച് പ്രശ്നങ്ങൾ വന്നല്ലാതെ തിയേറ്റർ സത്യം പറഞ്ഞാൽ കിഡുവാണ്, ഒന്നും പറയാനില്ല. ക്വാളിറ്റി PVR ആണ്, അടിപൊളി ആംബിയൻസ് ആണ്, സീറ്റ്സൊക്കെ പ്ലസ് സീറ്റ്സ്, കിടിലൻ സീറ്റുകളാണ്, സ്പേഷ്യസ് ആണ്. ഇവിടുത്തെ സീറ്റ് കുറച്ച് ഇടിങ്ങാണ് ഇരിക്കുന്നത്, നമ്മുടെ ഐമാക്സിലെ സീറ്റ് പോലെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ആകെ ഒരേ ഒരു ഐമാക്സ് അല്ലടേ, അതിനിങ്ങനെ മാക്സിമം നമ്മൾ കിടന്ന് പൊരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം അവർ അതും കൂടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐമാക്സ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് ഞാനൊരു പരിധി വിട്ടൊന്നും പറയാത്തത്. സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്, PVR വേറെ ലെവലാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിപ്പോൾ PXL കൊച്ചി ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ഐമാക്സ് ആയിക്കോട്ടെ. ട്രിവാൻഡ്രം ഐമാക്സിൽ എനിക്ക് ആകെ ഇഷ്ടമുള്ളൊരു സാധനം അവിടുത്തെ സീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം നമ്മൾ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മീഡിയോക്കർ ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് പിന്നെ വില ഉണ്ടാവില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടേ. അത് ഞാൻ ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അർഹിക്കാത്ത സാധനത്തിന് വില കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടുത്തെ സീറ്റ് ദാറ്റ് ഇസ് ടോപ്പ് നോച്ച്, ഒന്നും പറയാനില്ല. ആ സീറ്റ് ഇവിടെ കൊച്ചി ഐമാക്സിലുണ്ടായിരുന്നെങ്കിൽ വേറെ സീനായിരുന്നു തന്നെ. പക്ഷേ ആരോട് പറയാൻ, സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഓർഡർ കൊടുത്തിരിക്കുന്ന ഈ പുഷ് ബാക്ക് സീറ്റിലാണ്. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്ന് ഞാൻ കംഫർട്ടബിൾ ആയി അതിനകത്ത്. പിന്നെ ചിലവർക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോ തരം സീറ്റുകൾ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കുഷ്യനിങ് ഉള്ള സീറ്റായിരിക്കും ഇഷ്ടം, ഭയങ്കര കുഷ്യൻഡ് ആയിട്ടുള്ള മെമ്മറി ഫോമൊക്കെ ഉള്ള ബെഡായിരിക്കും ഇഷ്ടം. ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് പലക പോലെ ഇരിക്കുന്ന ബെഡായിരിക്കും ഇഷ്ടം. അവർക്ക് ചിലപ്പോൾ നട്ടലിലെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനെ ഉള്ള കിടക്കൽ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർ കംഫർട്ട് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. പക്ഷേ മെജോറിറ്റി നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഈ പുഷ് ബാക്ക് സീറ്റ് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ നല്ലത് കിട്ടിയാൽ നല്ലത് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ വേറൊരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. ഇവർ ഇതേ പുഷ് ബാക്ക് സീറ്റ് തന്നെ അടിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യണം. ഒന്ന്, കൂടുതൽ സീറ്റുകൾ തിയേറ്ററിൽ ഉൾക്കൊള്ളിക്കാം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, അതായത് സൗണ്ട് ഈ കുഷ്യനിങ് ഭയങ്കര കുഷ്യനിങ് ഉള്ള അല്ലെങ്കിൽ എയർ വെൻസ് എയർ പോക്കറ്റ്സ് ഉള്ള സീറ്റാണെങ്കിൽ സൗണ്ട് അബ്സോർവ് ചെയ്ത് പോകുന്നതാണ്, മറ്റേത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ സൗണ്ടിങ് പരിപാടിക്ക് ഈ അബ്സോർവ് ചെയ്യാത്ത ടൈപ്പ് ഇങ്ങനത്തെ സ്റ്റിഫ് സീറ്റ്സാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രത്തോളം അത് ടെക്നിക്കലി റൈറ്റ് ആണെന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയും കുറേ പേര് അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഞാൻ നെറ്റിലും ഫോറത്തിലൊക്കെ ഇങ്ങനെ വായിച്ചപ്പോഴേക്കും അങ്ങനൊരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുക അത് സത്യമാണോ എന്നുള്ള. തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇത് ശരിയാണോ, അതായത് ഈ അബ്സോർബിങ് ടൈപ്പ് സീറ്റിന് പകരം സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ് സീറ്റാണോ കുറച്ചുകൂടി ബെറ്റർ? എന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അതാണോ കുറച്ചും കൂടി സൗണ്ട് വൈസ് ഒരു തിയേറ്ററിന് നല്ലത്? അതുകൊണ്ടാണോ ഇങ്ങനത്തെ സ്റ്റിഫ് സീറ്റ്സ് ചിലവർ യൂസ് ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും കിടിലൻ തിയേറ്ററാണ്. കണ്ണൂർ വേറെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്, എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അടുത്ത വരവിന് പോകാം. ഇനിയിപ്പോൾ വന്ദേ ഭാരതും നല്ല നല്ല ട്രെയിനുകളും AC ചെയർക്കാരൊക്കെ വന്നേക്കണുണ്ട്. എന്തായാലും ഞാൻ ഇനിയും വരും. എൻ്റെ അറിവിൽ പഴയ ചെയർക്കാറായിരുന്നു, അതായത് ഈ മറ്റേ ഒരു പലക പോലത്തെ സീറ്റുള്ള ചെയർക്കാർ. ഞാൻ അതാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത്തവണ കണ്ണൂർ തിരിച്ചു വന്നപ്പോൾ കിടിലൻ ചെയർക്കാർ, ജനശതാബ്ദി ആയിരുന്നു തോന്നുന്നുണ്ട്, കിടിലൻ ചെയർക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണൂർ വന്നപ്പോൾ കോഴിക്കോടെത്തി, ഒന്നുകൂടി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ അങ്കമാലി എത്തി. ആ അവസ്ഥയായിരുന്നു. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. ഇത്തവണ 2 ദിവസത്തേക്ക് വേണ്ടി കണ്ണൂരേക്ക് വന്നാണ്. ഒരുപാട് ഫുഡ് ഓടി നടന്ന് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരും. അത് വോയിസ് ഓവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര എന്താണ് തിരക്കും ബഹളവും ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോയിസ് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയും നോയ്സ് ആയിരുന്നു. അതുകൊണ്ട് വോയിസ് ഓവർ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും എനിക്ക് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുത്തിയിരുന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരും വിശന്ന് വലഞ്ഞ് നിൽക്കണേ, അതിൻ്റെ കൂടെ വ്ളോഗും കൂടി ചെയ്താൽ എന്നെ എടുത്തിട്ട് മറ്റേ ചോറിനകത്ത് കുത്തിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും, കണ്ടു നോക്കുക. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്നത്ര ഞാൻ ഓടി നടന്ന് തിന്നു. പിന്നെ കിക്കൂട മദറിൻലോ ആൻറ്റി ഞങ്ങളെ ഭയങ്കരമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി ഒരു കുന്ന് കല്ലുമ്മക്കായ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. അയ്യോ, ചെന്നിറങ്ങി നേരെ കല്ലുമ്മക്കായ കഴിച്ച അവസ്ഥയായിരുന്നു. അപ്പോൾ കിച്ചൂടെ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം. അപ്പോൾ വീഡിയോസൊക്കെ വരും, എല്ലാവരും കാണിച്ചു തരാം വീഡിയോസിൽ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.